ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതർ അവഗണിച്ചെന്ന് നാട്ടുകാർ. ഓടയുടെ പണി നടക്കുന്ന സർവീസ് റോഡാണ് ഇടിഞ്ഞത്. സർവീസ് റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി തടഞ്ഞു. കൊല്ലം NS സഹകരണ ആശുപത്രി ജംഗ്ഷനിലാണ് കൊല്ലം ബൈപ്പാസിലെ സർവീസ് റോഡ് ഓട നിർമ്മാണത്തിനിടെ ഇടിഞ്ഞു താഴ്ന്നത്. റോഡിന്റെ 30 മീറ്റർ നീളത്തിൽ 2 മീറ്റർ വീതിയിൽ മണ്ണിടിഞ്ഞു. കഴിഞ്ഞ 4 ദിവസമായി NH കരാറുകാരായ ശിവാലയ കൺസ്ട്രക്ഷനെ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും നേരിട്ട് അറിയിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. രാവിലെ ഞാൻ കട തുറക്കാൻ വന്നപ്പോഴേ ഇത് ഇവിടെ വിള്ളൽ വീണ് ഇരിക്കുകയാണ്. അന്നേരം ഞാനും ഒരു ആട്ടോക്കാരനും കൂടെ ഈ വലിയ വണ്ടി പോകാൻ വേണ്ടി മാത്രം കല്ല് ഇറക്കി വെച്ചിട്ടാണ് ഞാൻ കട തുറന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവർ വന്ന് JCB കൊണ്ടുവന്ന് വെള്ളവും കോരി മണ്ണും കോരിയപ്പോഴത്തേക്ക് വലിയൊരു വണ്ടി പോയപ്പോഴത്തേക്ക് ഇടിഞ്ഞു വീണു. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. അശാസ്ത്രീയമായാണ് റോഡ് നിർമ്മാണമെന്ന് CPM പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ കുറേ നാളുകളായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ മേഖലയിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് നടന്നു വരുന്നത്. ആ അശാസ്ത്രീയയുടെ ഭാഗമായാണ് ഇതിന് തൊട്ടടുത്ത് തന്നെ നമ്മുടെ സാരഥി ജംഗ്ഷനിൽ 3 പ്രാവശ്യം ആ കോൺക്രീറ്റ് അടക്കം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പാണ് ഈ ഓടയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ കുഴി രൂപപ്പെട്ടത്. ആ 4 ദിവസമായി ഇത് മുടങ്ങിക്കിടക്കുകയാണ്. അത് പരിഹരിക്കുന്നതിനല്ലേ ആ പണി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതിൽ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയെന്ന് എരവിപുരം SHO രാജീവ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമുക്ക് ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി അങ്ങോട്ട് വിടാനല്ലേ പറ്റുള്ളൂ. റോഡ് ഇടിയാനുള്ള വണ്ടി പോകാൻ പറ്റില്ല. വലിയ വണ്ടി പോയി കഴിഞ്ഞാൽ ഇടിയും വണ്ടി ഉറപ്പായിട്ട്. സർവീസ് റോഡിന്റെയും ഓടയുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ 4 ദിവസം വേണ്ടിവരുമെന്ന് കരാർ കമ്പനിയുടെ സേഫ്റ്റി ഓഫീസർ ജഫറുൽ ഹുസൈൻ പറഞ്ഞു. Thing is that we have to complete this drain to avoid any water logging. Okay, within a very short time, 3 to 4 days. മേവറത്ത് നിന്ന് ഐത്തിൽ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയിലെ സർവീസ് റോഡ് NS സഹകരണ ആശുപത്രിയുടെ ആ ജംഗ്ഷനിലാണ് ഇപ്പോൾ സർവീസ് റോഡ് തകർന്നിരിക്കുന്നത്. ഇത് 4 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കരാറുകാർ പറയുന്നു. എന്തായാലും നാട്ടുകാർ ഇതിനു മുമ്പ് പലതവണ പരാതികൾ ഉന്നയിച്ചിട്ട് പോലും ഇവരത് വേണ്ട വിധം പരിഹരിച്ചില്ല. മാത്രമല്ല റോഡ് നിർമ്മാണം അശാസ്ത്രീയമെന്നൊരു പരാതി വീണ്ടും NHIക്കെതിരെ ഉയരുകയാണ്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം